ജമ്മു കാശ്മീരിൽ അതിർത്തി ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ സൈനികൻ കൊല്ലപ്പെട്ടു. ഞായറാഴ്ച രാവിലെ കാശ്മീരിലെ പുഞ്ച് സെക്ടറിലാണ് പാകിസ്ഥാൻ വെടിവയ്പ് നടത്തിയത്. യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു പാക് ആക്രമണമെന്ന് ഇന്ത്യൻ സൈനിക വക്താവ് അറിയിച്ചു. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു പാക് ആക്രമണം. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും സൈനിക വക്താവ് വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള പാക് സൈന്യത്തിന്റെ വെടിവയ്പ് ഞായറാഴ്ച രാവിലെ വരെ നീണ്ടുനിന്നു. പരിക്കേറ്റ സൈനികൻ ആശുപത്രിയിൽ വെച്ചാണ് വീരമൃത്യു വരിച്ചത്. വ്യാഴാഴ്ച സുന്ദർബാനി മേഖലയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പാക് ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുന്നത്. മാർച്ച് മാസത്തിലെ ആദ്യ മൂന്നാഴ്ചക്കിടെ മാത്രം 100ഓളം തവണയാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. കൂടാതെ ജമ്മു കാശ്മീരിലെ രജൌരിയിലെ നൌഷേര സെക്ടറിലും പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു പാക് ആക്രമണം. അതിർത്തിയിൽ പാക് സൈനികരുടെ വെടിനിർത്തൽ ലംഘനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ജവാൻ വീരമൃത്യു വരിച്ചിരുന്നു. ജമ്മു കാശ്മീർ ഉദംപൂർ സ്വദേശിയായ റൈഫിൾസ്മാൻ യശ്പാലാണ് അന്തരിച്ചത്. വെടിവയ്പിനൊപ്പം മോട്ടോർ ബോംബ് ആക്രമണവും നടത്തി. ഇതേ സെക്ടറിൽ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ കരംജിത് സിംഗ് എന്ന സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. ഫെബ്രുവരി 14-ന് പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 40 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ഇതിനു പിന്നാലെ കാശ്മീരിൽ നിരവധി ജെയ്ഷെ ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ തുടരുകയാണ്. അതിർത്തി പ്രദേശത്തായി പാകിസ്ഥാൻ വൻ സൈനിക നീക്കങ്ങൾ നടത്തുന്നതായി സൈന്യം സൂചന നൽകുന്നു. അമേരിക്കൻ നിർമ്മിത F-16 വിമാനങ്ങളുടെ ഒരു സ്ക്വാഡനെ വികസിച്ചതായി ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനെ പിൻവലിച്ച് ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ അതിർത്തിക്കടുത്തുള്ള സൈനിക ബേസിൽ വിന്യസിച്ചിരിക്കുകയാണിപ്പോൾ. ചൈനയുടെ അത്യാധുനിക ആളില്ലാ വിമാനങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിർത്തിയിൽ വ്യോമ നിരീക്ഷണം നടത്തുന്നതിനോടൊപ്പം വേണ്ടിവന്നാൽ ആയുധ പ്രയോഗവും നടത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. അടുത്തിടെ നിരീക്ഷണത്തിനായി നിരവധി ഡ്രോണുകളാണ് അതിർത്തി കടന്നെത്തിയത്. എന്നാൽ ഇവയിൽ മിക്കവയും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിരിക്കുകയായിരുന്നു. ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ ദിവസങ്ങളിൽ രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിൽ പാക് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ആയുധങ്ങൾ വഹിക്കാനാവുന്ന ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചെറിയ മിസൈലുകളും ലേസർ ബോംബുകളും വഹിക്കാൻ ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ ഡ്രോണുകൾക്ക് സാധിക്കും. കഴിഞ്ഞ ഒക്ടോബറിൽ ചൈനയിൽ നിന്ന് 48 വിംഗ്ലൂം ഡ്രോണുകൾ പാകിസ്ഥാൻ വാങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.